إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ധാരാളം പ്രതിഫലം നേടാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കാത്തതായി ഒരു സത്യവിശ്വാസിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് പ്രത്യേകം പ്രതിഫലങ്ങൾ ഇരട്ടിയായി നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള സമയങ്ങളും സ്ഥലങ്ങളും നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട മഹത്തായിട്ടുള്ള ചില ദിവസങ്ങളിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് നാം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ദിവസങ്ങളുടെ മഹത്വം അറിയുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ താല്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളെ പറ്റി പറഞ്ഞ വാക്കുകൾ നോക്കൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളല മിൻഹാ ഫീ ഹാദിഹി. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 10 വരെയുള്ള ആ 10 ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മവുമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള കർമ്മവുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വലൽ ജിഹാദ് ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി' ബിശൈഇൻ. ഒരു വ്യക്തി ഒഴികെ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുകയാണ്, അവന്റെ സ്വന്തം ശരീരവും സമ്പത്തും എല്ലാം കൊണ്ട് അങ്ങനെ മടങ്ങി വരാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടവനൊഴികെ അതാണ് ഇതിനേക്കാൾ ഉത്തമമായിട്ടൊരു കർമ്മമുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി വലാ അഅ്ദം അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫിൽ അശ്റിൽ അദ്ഹാ. അള്ളാഹുവിന്റെ അടുക്കൽ ഖൈർ ചെയ്യുന്നതിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ, അസ്ക പരിശുദ്ധമായിക്കൊണ്ട്, അഅ്ദം മഹത്തരമായിക്കൊണ്ട് ഈ അശ്റുൽ അദ്ഹ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെക്കാൾ മറ്റൊരു ദിവസവുമില്ല, അല്ലെങ്കിൽ മറ്റൊരു കർമ്മവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ഏത് സമയത്തും നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടവരാണ്. എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. നമ്മുടെ നാടുകളിൽ നിന്ന് നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ പോലെയല്ല ഹറമിൽ പോയി ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്ന പോലെയല്ല റമളാനിൽ ഇബാദത്ത് ചെയ്യുമ്പോഴുള്ള പ്രതിഫലം. അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൽ അമലി സ്സാലിഹ് ഫീഹാ
അഹബ്ബ ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഒരു ദിവസവുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അഹബ്ബ ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളതായിട്ട്. ആരാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഒരാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ആഗ്രഹിക്കാത്തതായി ആരാണുള്ളത്? അതെ, ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല. ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. നോക്കൂ, എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠത? എന്തുകൊണ്ടാണ് ഇത്രയധികം ഫദ്ൽ വന്നിട്ടുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഈ 10 ദിവസം. ആ 10 ദിവസത്തിൽ നിസ്കാരമുണ്ട്, ഫർളായ നിസ്കാരങ്ങളുണ്ട്, ഐച്ഛികമായ നിസ്കാരങ്ങൾ ഒരാൾക്ക് നിർവഹിക്കാം. ആ 10 ദിവസത്തിൽ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 9 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. അതുപോലെ ഒരാൾക്ക് സക്കാത്തോ സദഖയോ നൽകാം. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വരാത്ത പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത് ഹജ്ജാണ്. ഹജ്ജ് ദുൽഹിജ്ജയിൽ അല്ലാതെ നിർവഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഇതിന്റെ ഫദ്ലാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ പഠിപ്പിച്ചു, മഹത്തായ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനമുള്ള 2 ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളിലാണ് വരുന്നത്. ഒന്ന് യൗം അറഫ, 2 യൗമുൻ നഹർ. ഒന്ന് ദുൽഹിജ്ജ 9ഉം 2 ദുൽഹിജ്ജ 10ഉം. ആ 2 ദിവസങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനവും പദവിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് നാം മുന്നേറണം. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലെ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ പകലുകൾ എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണം, നിസ്കാരം, ഐച്ഛികമായ നിസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പ്, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കൽ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ, അയൽവാസികൾക്ക് നന്മ ചെയ്യൽ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, പാപങ്ങളിൽ നിന്ന് ഒഴിവാകൽ, തൗബ ചെയ്യൽ, ദിക്റുകൾ വർദ്ധിപ്പിക്കൽ, അങ്ങനെ തുടങ്ങി നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ, ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം വർദ്ധിപ്പിക്കേണ്ട, അതിന് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട, നമ്മുടെ മറ്റ് തിരക്കുകളിൽ നിന്ന്, നമ്മുടെ ഭൗതികമായ തിരക്കുകളിൽ നിന്ന്, കച്ചവടങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അതിന്റെ സമയത്തിൽ നിന്ന് കുറച്ചുകൂടി ഈ 10 ദിവസം ഇബാദത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ ദിവസങ്ങളിൽ ഏറ്റവും വർദ്ധിപ്പിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം. മാ മിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിനൽ അമൽ വമാ മിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിനൽ അമൽ ഫീഹിൻ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ فأكثروا فيهن من التهليل والتكبير والتحميد. ഈ ദിവസങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, ധാരാളമായി തക്ബീർ ചൊല്ലുക, ധാരാളമായി അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഖുർആനിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള കലിമത്തുകൾ, ഈ കലിമത്തുകൾ ധാരാളമായി പറയേണ്ട ഒരു സമയം കൂടിയാണ് ഈ അവസാനത്തെ 10 ദിവസം. സ്വഹാബികളിൽ നമുക്ക് കാണാം, അവർ ഈ അവസാനത്തെ 10 തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങുമായിരുന്നു. അവർ തക്ബീർ കൂടുതലായി പറയുന്ന ദിവസങ്ങളായിരുന്നു ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, ദിക്റുകളും ഏതൊരു ഇബാദത്തും വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, വയദ്കുറു ഇസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്നുള്ളത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ആ ദിവസങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാ വൈകാതെ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ദുൽഹിജ്ജയിലേക്ക് നമുക്കുള്ളത്. ഇപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിയ്യത്തുകൾ കൊണ്ടും കർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടും നാം അതിനൊരുങ്ങുക. റമദാനിന്റെ അവസാന 10ലേക്ക് നാം എങ്ങനെയാണോ ഒരുങ്ങിയത്, അതിനേക്കാൾ ഉത്തമമായി ഒരുങ്ങേണ്ട പകലുകളാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക. അതുപോലെ സഹോദരങ്ങളെ, ചിന്തിക്കുക, എന്താണ് നാളെ പരലോകത്തേക്ക് നാം ഒരുക്കിയിട്ടുള്ളത് എന്ന്. ഇങ്ങനെയുള്ള അവസരങ്ങൾ അല്ലാഹു നൽകിയിട്ടും അതിനെ തൊട്ട് അശ്രദ്ധമായി എനിക്കതൊന്നും ബാധകമല്ല, ഞാൻ സാധാരണ ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ
എന്നാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ട് ഇരട്ടിയായി പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ട് നാം അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, എന്താണ് നാളെ അള്ളാഹുവിലേക്ക് ഒരുക്കിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അവന്റെ സ്വന്തത്തിൽ ചിന്തിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങളാണോ, അതല്ല അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന പാപങ്ങളാണോ നമ്മൾ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്, ഒരുക്കിയിട്ടുള്ളത് എന്ന്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ച നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതാരോരും അറിഞ്ഞില്ല എങ്കിൽ കൂടി അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി നോക്കി കാണുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസരം മുതലെടുക്കുക, അതിന് തയ്യാറെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നാം ഏറ്റവും ശ്രദ്ധയിൽ മനസ്സിലാക്കേണ്ട ഇബാദത്താണ് ഉദ്ഹിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് അറവ് നടത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, ഉലമാക്കൾക്കിടയിൽ മുഅക്കദായ സുന്നത്താണോ അതോ വാജിബാണോ എന്ന് ചർച്ചയുള്ള, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, സാമ്പത്തിക ശേഷിയുള്ള, അതിന് ശേഷിയുള്ള ആളുകളോട് വളരെയധികം നിർബന്ധപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തുക എന്നുള്ളത്, അഥവാ ഈദുൽ അദ്ഹയിൽ. സഹോദരങ്ങളെ, അറവ് എന്നുള്ളത് നിസ്കാരത്തിനോടൊപ്പം അല്ലാഹു തആല ചേർത്ത് പറഞ്ഞിട്ടുള്ള ഇബാദത്താണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, അതുപോലെ അറവ് നടത്തുക. മറ്റൊരായത്തിൽ കാണാം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നബിയെ പറയുക, എന്റെ നിസ്കാരം, എന്റെ അറവ്, അതുപോലെ തന്നെ എന്റെ ജീവിതം, മരണം, ഇതെല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു തആല സമ്പത്ത് നൽകിക്കൊണ്ട്, അള്ളാഹു തആല ശേഷി നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ളവർ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അറവ് നടത്താൻ, ഈ ഒരു ഇബാദത്തിൽ പങ്കുചേരാൻ, ബലികർമ്മം നടത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ ദുൽഹിജ്ജ 10 അഥവാ ദുൽഹിജ്ജ 1 പ്രവേശിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലൽ അശ്ർ വഅറാദ അഹദുകും അയ്യുബ്ഹിയ ഫലാ إذا دخلت العشر وأراد أحدكم أن يضحى فلم يمس من الشعر ഒരാൾ ഉദ്ഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ ആദ്യത്തെ 10 പ്രവേശിക്കുകയുമാണ് എങ്കിൽ, അവരിൽ ഒരാളും അവരുടെ മുടിയിൽ നിന്നോ അതുപോലെ തന്നെ അവരുടെ നഖങ്ങളിൽ നിന്നോ ഒന്നുമെല്ലാം അവരെടുക്കാൻ പാടില്ല. അവർ മുടി ഒഴിവാക്കാനോ നഖം വെട്ടാനോ അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഈ 10 ദിവസം അറവിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറവിന് തയ്യാറെടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസത്തിന്റെ മഹത്വം നാം വില കുറച്ച് കാണരുത്. അത് ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും മഹത്തായിട്ടുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് തയ്യാറെടുക്കുക, അതിനൊരുങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.